ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചന ഇവിടെങ്ങും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദന്റെ മുറിയിലേക്ക് ചെല്ലുന്ന സച്ചി താഴെ ബോധമില്ലാതെ കിടക്കുന്ന അർച്ചനയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് സച്ചിയുടെ നിലവിളി കേട്ടുകൊണ്ട് എല്ലാവരും ഓടി വരികയും അർച്ചനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ബാഗും കൊണ്ട് റോഡിലൂടെ നടന്നു പോകുന്ന അവന്തികയാണ്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ചെന്നിരിക്കുന്ന അവന്തിക നെല്ലിശ്ശേരി വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് ദേഷ്യത്തോടെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അങ്ങനെ അർച്ചനയും കൊണ്ട് സച്ചിയും മറ്റുള്ളവരും ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അങ്ങോട്ടേക്ക് സന്ധ്യ വരികയാണ്. തുടർന്ന് അർച്ചനയെ നോക്കിയതിനു ശേഷം സന്ധ്യ ചോദിക്കുകയാണ്, എന്താ നന്ദ, എന്താ ഉണ്ടായത്? ബ്ലീഡിംഗ് ഉണ്ടല്ലോ, ഇതല്പം സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോവുകയാണ് അർച്ചനയെ. അങ്ങനെ സന്ധ്യ അർച്ചനയെ പരിശോധിക്കുന്നതാണ് കാണിക്കുന്നത്. ഡോക്ടർ പൾസ് കിട്ടുന്നില്ലല്ലോ എന്ന് നഴ്സ് പറയുമ്പോൾ പരിഭ്രാന്തിയോടെ സച്ചിയെ നോക്കുകയാണ് സന്ധ്യ. അർച്ചനയെന്ന് കുറെ വട്ടം സന്ധ്യയും വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അർച്ചനയിൽ നിന്നും യാതൊരു വിധമായ പ്രതികരണവും ഉണ്ടാകുന്നില്ല. തുടർന്ന് സന്ധ്യ അർച്ചനയുടെ കൈ പിടിച്ച് പൾസ് നോക്കുമ്പോഴേക്കും സന്ധ്യയുടെ കയ്യിൽ നിന്നും അർച്ചനയുടെ കൈ താഴേക്ക് പോവുകയാണ്. ആ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് നന്ദനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന സച്ചിയെയാണ് കാണിക്കുന്നത്. സന്ധ്യയും ആകെ തകർന്നുകൊണ്ട് എല്ലാവരെയും നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. ബസ് സ്റ്റോപ്പിലിരിക്കുന്ന അവന്തിക അർച്ചനയ്ക്ക് താൻ കൊടുത്ത പണിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് അവന്തിക തന്റെ ഫോൺ എടുത്തുകൊണ്ട് അനഘയെ വിളിക്കുന്നു. അതേസമയം നെല്ലിശ്ശേരിയിൽ താഴേക്കിറങ്ങി വരുന്ന അനഘയാണ് കാണിക്കുന്നത്. അനഘയുടെ അടുത്തേക്ക് ധനുഷ് ചെല്ലുന്നു. ആരാ വിളിക്കുന്നതെന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അത് പിന്നെ ചേച്ചിയാണെന്ന് അനഘ പറയുന്നു. തുടർന്ന് ഫോൺ എടുത്തയുടൻ അനഘ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അല്ലടി, അവളും കുഞ്ഞും ചത്തോ? നിങ്ങൾ അർച്ചനടുത്ത് എന്താ ചെയ്തത്? അനഘ ഞെട്ടലോട് ചോദിക്കുമ്പോൾ അവന്തിക ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അവൾക്ക് വേണ്ടതെല്ലാം കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അവളും കുഞ്ഞും ഈ ഭൂമിയിൽ ഇനി ജീവിച്ചിരിക്കില്ലെന്ന് അവന്തിക പറയുമ്പോൾ അനഘ ദേഷ്യത്തോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ? നിങ്ങളെ ഒരു പിശാചാണ്. ഇനി മേലിൽ നിങ്ങൾ എന്നെ വിളിക്കരുത്. ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അർച്ചനടുത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ വെച്ചേക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അനഘ ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. തുടർന്ന് അനഘ ധനുഷിനോട് അർച്ചനയെടുത്തിയെ ചേച്ചിയാണ് എന്തോ ചെയ്തതെന്ന് പറയുകയാണ്. തുടർന്ന് കോള് കട്ട് ചെയ്തുകൊണ്ട് തന്നെ അവന്തിക പറയുകയാണ്, അനിയത്തിയാണെങ്കിലും അവളാദ്യം ശത്രുവായാൽ ആദ്യം അവളെ തന്നെ തീർക്കണം. അതേസമയം അതിലെ പോകുന്നൊരു വഴിപോക്കൻ അവന്തിക അടുത്തേക്ക് ചെന്നിട്ട് നെല്ലിശ്ശേരിയിലെ കുഞ്ഞല്ലേ എന്ന് ചോദിക്കുകയാണ്. അതേ എന്ന് അവന്തിക പറയും. നിങ്ങളെപ്പോലുള്ളവരെല്ലാം ബസ്സിൽ യാത്ര ചെയ്യുമോ എന്ന് അയാൾ ചോദിക്കുന്നു. അല്ല, എന്നോട് ഇങ്ങനെ കുശലം ചോദിക്കാനും മാത്രം താൻ ആരാ? ഞാനിരിക്കുന്നത് തന്റെ കുടുംബ സ്വത്തിലൊന്നുമല്ലല്ലോ എന്നൊക്കെ അവന്തിക അയാളോട് ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ ഈ കൊച്ചിന് ഭ്രാന്ത് പിടിച്ചെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അയാള് അവിടെ നിന്ന് പോകുന്നു. അതേസമയം വണ്ടിയുമായിട്ട് അങ്ങോട്ടേക്ക് മൂർത്തി ചെല്ലുകയാണ്. എന്താ, അയാളോട് എന്തിനാ ദേഷ്യപ്പെട്ടതെന്ന് മൂർത്തി ചോദിക്കുമ്പോൾ തന്നെ ഏൽപ്പിച്ച ഒരു പണിയും താനിതുവരെ മര്യാദയ്ക്ക് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ തന്നെ ഏൽപ്പിച്ചൊരു പണിയാ ഇപ്പോൾ ബൂമറാങ്ങാട്ട് എന്റെ തലയിൽ വന്നതും ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നതും. അവന്തിക ഒന്ന് സമാധാനിക്ക്, എന്താ ഉണ്ടായതെന്ന് പറയാൻ മൂർത്തി പറയുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം മൂർത്തിയോട് പറയുകയാണ് അവന്തിക. അവൾക്ക് ചാകാനുള്ളതെല്ലാം കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവൾ തീർന്നു കാണുമെന്ന് അവന്തിക പറയുന്നു. അല്ല, ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാമെന്ന് മൂർത്തി പറയുമ്പോൾ എങ്ങോട്ടേക്കാ ഇപ്പൊ പോകാൻ പോകുന്നത്? നിന്റെ വീട്ടിലേക്കോ അതോ ഏതെങ്കിലും ഹോട്ടലിലേക്കോ എന്ന് അവന്തിക ചോദിക്കുന്നു. തൽക്കാലം ഇപ്പോ എന്റെ വീട്ടിലേക്ക് പോകാം, എന്നിട്ട് അവിടെ ചെന്ന് ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം. നീ എന്താടാ വിചാരിച്ചിരിക്കുന്നത്? അവന്തികയ്ക്ക് പോകാൻ ഇടമില്ലെന്നാണോ നീ കരുതിയിരിക്കുന്നത്? എന്നെ കൊണ്ടുപോകാനുള്ള വണ്ടിയും ആളുമൊക്കെ ഇപ്പൊ ഇങ്ങെത്തും. ഇനിയാണ് അവന്തികയുടെ യഥാർത്ഥ മുഖം എല്ലാവരും കാണാൻ പോകുന്നതെന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ആകെ തകർന്നു നിന്ന് പൊട്ടിക്കരയുന്ന സച്ചിയും ആതിരയും നന്ദനയുമാണ് കാണിക്കുന്നത്. അതേസമയം സന്ധ്യ പുറത്തേക്ക് വരികയാണ്. ഡോക്ടറെ, അർച്ചനയ്ക്ക് ഒന്നുമില്ലല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചനയുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് നന്ദൻ ചോദിക്കുന്നു. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പോകാമെന്ന് നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുകയാണ്, ഇനി എവിടേക്ക് കൊണ്ടുപോയിട്ടും ഒരു കാര്യവുമില്ല. ഇവിടെ ചെയ്യാൻ കഴിയുന്നത് മാത്രമേ എല്ലായിടത്തും ചെയ്യാനാകൂ. ഞാൻ പറയുന്നത് നിങ്ങൾ സമാധാനത്തോടെ കേൾക്കണം. എന്തും സഹിക്കാനുള്ള ശക്തി ഉണ്ടായേ പറ്റൂ. ഇനി ഞാൻ പറയുന്നത് കേട്ട് ആരും ബഹളം വെക്കാൻ നിൽക്കരുത്. ഇതൊക്കെ കേൾക്കുന്ന സച്ചിയും ആതിരയും നന്ദനും പരിഭ്രാന്തിയോടെ സന്ധ്യ ഡോക്ടറെ നോക്കുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.